ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ റിയലൈസ് ചെയ്യും ഇനി എനിക്ക് വേണ്ടി കുറച്ച് ജീവിക്കണം. എല്ലാവരെയും ഇമ്പ്രസ് ചെയ്ത് ജീവിക്കണം എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. ആൻഡ് യു നോ ദാറ്റ് റൈറ്റ്. ട്രസ്റ്റ് മീ, നിങ്ങളെ പീസ്, നിങ്ങളെ സമാധാനം ബ്രേക്കും. പീസ്ഫുൾ ലൈഫ്, അതായത് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഡ്രീംസ്, രണ്ടാമത്തെ എനർജി, മൂന്നാമത്തെ പീസ്. സമാധാനമില്ലാത്തൊരു ജീവിതമാണ് എല്ലാവരും ബാക്കിയുള്ളവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. എന്തൊക്കെ നമുക്ക് നേടിക്കഴിഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്താലും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി സമാധാനം എന്ന് പറഞ്ഞ വാക്കില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ ഒരു സാധനം കൊണ്ട് നമുക്ക് വാല്യൂ ഇല്ലാണ്ടായി പോകും. സോ പീസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു ഭയങ്കര ഡൗട്ടുള്ള ഒരു ഏരിയയാണ് എങ്ങനെ നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കാം. സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ പ്രോപ്പറായിട്ട് ബോധമാണ്. സോ ദർ ഈസ് ദിസ് സൈക്കോളജി ഓഫ് ഹ്യൂമൻ. ചില പെർട്ടിക്കുലർ തിങ്സ് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ആളുകളേക്കാൾ കൂടുതൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റും. സോ നമ്മളുടെ പീസ്ഫുൾനെസ്സാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസും ഹാപ്പിനെസ്സും എനർജിയും ഒക്കെ തരുന്നത്. ഇൻ ദിസ് വീഡിയോ ഐ എം ഗോണ എക്സ്പ്ലെയിൻ 5 things to ensure your peace. ഐ മീൻ നമുക്ക് ഭയങ്കര സമാധാനപരമായിട്ട് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പീസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ ലൈഫിൽ. സോ ദ ഫസ്റ്റ് വൺ ഈസ് അക്സെപ്റ്റ് വാട്ട് യു കാൺട്ട് കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നല്ല വൃത്തിക്ക് ആക്സെപ്റ്റ് ചെയ്യുക. അതിലൊന്നും ഒരു നെഗറ്റീവ് ചിന്തിക്കരുത്. ചില കാര്യങ്ങൾ വി ആർ ഹ്യൂമൻ, വി ആർ നോട്ട് സൂപ്പർ ഹ്യൂമൻ, വി ആർ നോട്ട് ഗോഡ്, അല്ലെങ്കിൽ വി ആർ നോട്ട് ഓൾ മൈറ്റി. എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യിലുള്ളതല്ല. സോ വാട്ട് വി ക്യാൻ കൺട്രോൾ, വാട്ട് വി കാൺട്ട് കൺട്രോൾ, ഈ രണ്ടും നല്ലപോലെ റിയലൈസ് ചെയ്യണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മനുഷ്യന്മാരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരെ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇൻസിഡൻസിനെ കൺട്രോൾ ചെയ്യാണ്ടിരിക്കുക. സോ നമ്മൾ കൂടുതൽ ബോധമാവുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു ആക്സസ് ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കും. അപ്പോൾ ദ ഫസ്റ്റ് തിങ് ഇസ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് ആക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ട്രസ്റ്റ് മീ, അക്സെപ്റ്റൻസ് ഈസ് ദ ബെസ്റ്റ് വേ ടു പീസ്. ആൻഡ് സെക്കൻഡ് തിങ്, പ്രൊട്ടക്റ്റ് യുവർ ടൈം. ഏറ്റവും ലൈഫിലെ വാല്യുബിൾ വേർഡ്സിലെ ഒരു വേർഡാണ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളുടെ സമയം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് വേറൊരാൾക്കും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു സാധനമാണ്. നമ്മളെ സമയം വേറെ ആരും പ്രൊട്ടക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മളെ സമയത്തിന് വാല്യൂ നൽകേണ്ടതും റെസ്പെക്റ്റ് ചെയ്യേണ്ടതും അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കേണ്ടതും നമ്മളാണ്. ഒരുത്തനും വേറൊരുത്തനും അത് ചെയ്തു തരില്ല. സോ നമ്മളെ സമയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പീസ്ഫുൾ ലിവിങ്ങിനുള്ള സമയം കൂടും. അതായത് ഇഫ് ഐ എം ടേക്കിംഗ് ലോട്ട് ഓഫ് ടൈം ടു ഡു ബെറ്റർ ആക്ടിവിറ്റീസ് ഫോർ മൈ സെൽഫ്, അതിനർത്ഥം ഞാൻ കൂടുതൽ പീസ്ഫുൾ ആവും. ഞാൻ എനിക്ക് വേണ്ടി ചില സമയം ഒറ്റയ്ക്കായിട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പീസ് കിട്ടുന്നതാണ്. ഐ മീൻ സമാധാനം കിട്ടും. ലൈഫിൽ നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു ഫാക്റ്റ് ഉണ്ട്. എത്ര സമയം നമ്മൾ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നു അത്രത്തോളം നമ്മൾ സമാധാനപരമായിട്ട് ജീവിക്കും. അതുവരെ നമ്മൾ ഭയങ്കര സോഷ്യലൈസ് ചെയ്ത് ജീവിക്കും. പല ആളുകൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ റിയലൈസ് ചെയ്യും ഇനി എനിക്ക് വേണ്ടി കുറച്ച് ജീവിക്കണം, എനിക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. സോ എത്ര സമയം നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പീസ്ഫുൾ ആവാൻ പറ്റും. സോ പ്രൊട്ടക്റ്റ് യുവർ ടൈം. ആൻഡ് ദ തേർഡ് വൺ, ആൻഡ് ദിസ് ദ ബെസ്റ്റ് വൺ, ഡോണ്ട് എവർ എക്സ്പെക്ട് ടു മച്ച്. അതായത് കൂടുതലായിട്ട് ഒരു കാര്യം ആരെടുത്തൊന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കുക. എക്സ്പെക്റ്റേഷൻസ് ആണ് ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. എക്സ്പെക്റ്റേഷൻസ് ആണ് സാഡ്നെസ് ഉണ്ടാക്കുന്നത്. എക്സ്പെക്റ്റേഷൻസ് ആണ് ബ്രേക്കേജ് ഓഫ് ആക്ഷൻസ് ഉണ്ടാക്കുന്നത്. നമ്മളൊരാൾ നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആൾക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും മേ ബി നമ്മളോട് ഇൻറ്റൻഷനിൽ അല്ലാതെ കൂടി ചിലപ്പോൾ നമുക്ക് ആ കാര്യം ചെയ്ത് തന്നില്ല എന്ന് വരും. സോ അവിടെ ഒരിക്കലും നമുക്ക് ആ പേഴ്സണെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ആളെടുത്ത് എക്സ്പെക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. സോ പല എക്സ്പെക്റ്റേഷൻസും സംസാരിച്ചിട്ടുണ്ട്. ഐ മീൻ നമ്മൾ സംസാരിക്കില്ല. ഞാൻ ഇങ്ങനെ നിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിലപ്പോൾ സംസാരിക്കില്ല. നമ്മളത് ഉള്ളിൽ വെച്ചിരിക്കുക ചെയ്യുക. ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാണ്ട് ഓപ്പോസിറ്റിലാൾക്ക് മനസ്സിലാവുകയില്ല. സോ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ്. കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റിലാൾക്ക് ചില കാര്യം റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പെക്റ്റേഷൻസ് ആർ സംടൈംസ് സൈലൻറ്റ്. നമ്മളത് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതാണ്. ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ ഇത് എക്സ്പെക്റ്റ് ചെയ്തു. ആൻഡ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി അവർ ഫോൾട്ട്. അതൊരിക്കലും ഓപ്പോസിറ്റിലെ ആളുടെ പ്രശ്നമല്ല. അപ്പോൾ ദ മെയിൻ തിങ്സ്, ഡു നോട്ട് എക്സ്പെക്ട് ടു മച്ച്. നമ്മൾ എത്രത്തോളം കുറവ് എക്സ്പെക്റ്റ് ചെയ്യുന്നു അത്രത്തോളം കുറവ് നമുക്ക് വേദന സഹിച്ചാൽ മതി. യു നോ വാട്ട് ഐ മീൻ, റൈറ്റ്? ആൻഡ് ദ ഫോർത്ത് തിങ്, ലേൺ ടു സേ നോ. നോ പറയാൻ പഠിക്കുക. എത്രത്തോളം നമ്മൾ റോങ് തിങ്സിലേക്ക് യെസ് പറയുന്നോ അത്രത്തോളം നമ്മളെ പീസിലേക്ക് നോ പറയുകയാണ്. അതായത് ദ മോർ വി സേ യെസ് ടു റോങ് തിങ്സ് ലീഡ് ടു നോ ടു ദ പീസ് തിങ്സ്. ഐ മീൻ നമുക്ക് സമാധാനപരമായിട്ടുള്ള ജീവിതത്തിലൊക്കെ നമ്മൾ നോ പറയുകയാണ് നമ്മൾ ഓരോ റോങ് തിങ്സിലേക്കുള്ള യെസ്സും. അപ്പോൾ
ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ആക്സസിബിൾ ആവുന്ന കാര്യങ്ങൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, നമുക്ക് കംഫർട്ടബിൾ ആവുന്ന കാര്യങ്ങൾ, ഇതിലേക്കൊക്കെ യെസ് പറയാം. അതല്ല ബാക്കിയുള്ളവരുടെ ഇംപ്രഷന് വേണ്ടിയിട്ടോ, ബാക്കിയുള്ളവരുടെ വാലിഡേഷന് വേണ്ടിയിട്ടോ, ബാക്കിയുള്ളവരുടെ ജഡ്ജിങ്ങിന് വേണ്ടിയിട്ടോ ഓവർ ദ തിങ്സിനോട് യെസ് പറയാണ്ടിരിക്കുക. ചില സമയങ്ങളിൽ ആളുകൾ എടാ നിനക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഒരു വാലിഡേഷൻ കിട്ടാനും അവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് എനിക്ക് പറ്റുമെന്ന് പറയും. ആൻഡ് ബൈ ദ ടൈം നമ്മൾ മേ ബി ഒരു മാസം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ ആ ഓപ്പോസിറ്റ് ആൾക്ക് മനസ്സിലാവും നമുക്കത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളൂ. അവിടെ നമ്മളെ റെസ്പെക്റ്റും കുറയും, നമുക്കുള്ള ഡിഗ്നിറ്റി ഒക്കെ കുറയും. സോ ആദ്യം തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഐ എം നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്, ഐ എം നോട്ട് സ്കിൽഡ് ഇൻ ദാറ്റ് ഏരിയ. എനിക്ക് ആ ഏരിയയിൽ സ്കില്ലില്ല. ഇപ്പോൾ ചിലർ ചോദിക്കും നിനക്ക് ഒരു 2 മാസം കൊണ്ട് ഈ കാര്യം ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പറ്റുന്ന കാര്യമാണ്, പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് നല്ലപോലെ റിസർച്ച് ചെയ്തിട്ട് മാത്രം അവിടെ യെസ് പറയാൻ പാടുള്ളൂ. സോ നമ്മളെപ്പോഴും പറയും റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യെസ് പറയുക, അതല്ലെങ്കിൽ നോ പറഞ്ഞിട്ട് ആളെ വൈക്കി വിടണം, ഒരിക്കലും കെട്ടിടരുത്. അതേപോലെ തന്നെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ യെസ് പറയുന്നു, അതൊക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ഓരോ ദിവസം നമ്മളെ സമാധാനം കെടുത്തുന്ന സമയമായിട്ട് മാറുന്നുണ്ട്. സോ നല്ലപോലെ അനലൈസ് ചെയ്യുക, നോ പറയേണ്ട സ്ഥലത്ത് നോ തന്നെ പറയുക. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് മച്ച് കോംപ്ലിക്കേറ്റഡ്. ഒരുപാട് ആൾക്കാർ അത് പറയുന്ന കാര്യമാണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ദ ഫൈനൽ വൺ, ബി കംഫർട്ടബിൾ വിത്ത് the misunderstanding of other people. Be comfortable with being misunderstood. എല്ലാവരെയും ഇമ്പ്രസ് ചെയ്ത് ജീവിക്കണം എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. ആൻഡ് യു നോ ദാറ്റ് റൈറ്റ്. എല്ലാവരും നമ്മളെ എപ്പോഴും ചിലപ്പോൾ നല്ലപോലെ കണ്ടോളുന്നില്ല, എല്ലാവരും നമ്മളെ നല്ല ഹൈ വാല്യൂവിൽ കണ്ടോളുന്നില്ല, എല്ലാവരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്തോളുന്നില്ല. ആൻഡ് ദർ ആർ ദ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് നമ്മളെ ലൈഫിലേക്ക് എൻ്ററായി വരുന്ന, ഓവർ ദ ടൈം റിപ്പീറ്റ് ചെയ്ത് എൻ്ററായി വരുന്ന ആളുകളുടെ അടുത്ത് മാത്രം നമ്മൾ കൺസേൺഡ് ആയാൽ മതി. ഇപ്പോൾ നമ്മളുടെ ഉമ്മ, നമ്മളുടെ ഉപ്പ, മേ ബി നമ്മളുടെ പാർട്ട്ണർ, നമ്മുടെ ബിസിനസ് പാർട്ട്ണർ, നമ്മളുടെ കൊളീഗ്സ്, ഈ ആളുകൾക്ക് ഓവർ ദ ടൈം എല്ലാ ഒരു മേജർ ഇൻ്റർവെൽസിൽ നമ്മളെ കൂടെ ജീവിക്കുന്നവരാണ്. അതായത് ലൈഫിൽ പല പാറ്റേൺസിൽ ഇവർ നമ്മളെ കൂടെ ഉണ്ട്. അങ്ങനത്തെ ആളുകളുടെ അടുത്ത് മാത്രം കൺസേൺഡ് ആവുക. അവരെ ഇപ്പോൾ ഉപ്പ ഉമ്മ നമ്മളെ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ പറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെ പാർട്ട്ണർ നമ്മളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. പാർട്ട്ണർക്ക് നമ്മളെ മേലെ ഇമ്പ്രഷൻ ഇല്ല, ഉമ്മക്ക് നമ്മളെ മേലെ ഇമ്പ്രഷൻ ഇല്ല, ഉപ്പക്ക്, അതായത് നമ്മളെ ലൈഫ് വാല്യൂമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളായിട്ടുള്ള കാര്യത്തിൽ മാത്രം ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും മിസ്അണ്ടർസ്റ്റുഡ് തിങ്സുമായിട്ട് നമ്മൾ കൺസേൺ ആവാൻ പാടുള്ളൂ. അതല്ലാതെ ഇന്ന് കണ്ട ഒരാൾ നാളെ മറ്റൊരാളുടെ ലൈഫിൽ ഇല്ലാത്തൊരാൾ എന്നെ പറ്റി എന്തോ വിചാരിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ആക്ഷൻസ് ആക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യരുത്. We are spending time, we are spending our mental health, we are spending our consciousness for them. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വേറെയുള്ള ആൾക്കാർ നമ്മളെപ്പറ്റി ഇങ്ങനെ വിചാരിക്കുന്നു, നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ഞാൻ അങ്ങനെയല്ല, എന്നെ പറ്റി അങ്ങനെ വിചാരിച്ചു നിന്ന് ബോധറായി നിന്ന് കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ, നിങ്ങളെ പീസ്, നിങ്ങളെ സമാധാനം ബ്രേക്ക് ആവും. സോ ദീസ് ആർ ദ 5 things that you can do very easily. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ. എന്തിനു വേണ്ടിയിട്ട്? സമാധാനപരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. സോ ലൈഫിൽ അൾട്ടിമേറ്റ് തിങ് പൈസയാണെങ്കിലും വേറെ എന്താണെങ്കിലും, പൈസ ഉണ്ടെങ്കിൽ കൂടി സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ റോങ് ലൈഫ്.